മഹാഭാരതം ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവവും കഴിഞ്ഞ് ഭീഷ്മപർവത്തിലെ ഭഗവത്ഗീത ഉപദേശവും ഭീഷ്മരുടെ മുന്നേറ്റവും കലിംഗ രാജാവിൻ്റെ പതനവും യുദ്ധം മുറുകുന്ന കാലാവസ്ഥയും ദുര്യോധനന്റെ ആശങ്കകളും ഈരാവാന്റെ വധവും ഭീഷ്മരുടെ പരാക്രമവും ഭീഷ്മരെതിരെ പടയൊരുക്കമൊരുക്കിയ പാണ്ഡവരുടെ കഥയും ഒടുക്കം ഭീഷ്മർ ശരശയിലായതുവരെയുള്ള ഭീഷ്മപർവ്വതത്തിലെ കഥകൾ നമ്മൾ പറഞ്ഞു സമാപിച്ചിരിക്കുന്നു. ഇനി അടുത്തത് മഹാഭാരതം ദ്രോണപർവമാണ്. തുടരുന്നു. യുദ്ധം ആരംഭിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞു. ഭീഷ്മർ പടക്കളത്തിൽ ശരശയ്യയിൽ കിടക്കുന്നു. പ്രഭാതത്തിൽ കൗരവരും പാണ്ഡവരും പിതാമഹനെ സന്ദർശിച്ചു. തൻ്റെ അവസാനത്തോടൊപ്പം യുദ്ധവും അവസാനിക്കട്ടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ദുര്യോധനന് സ്വീകാര്യമായില്ല. എല്ലാവരും ശോകമൂകരായി താന്താങ്ങളുടെ കൈനിലകളിലേക്ക് മടങ്ങി. കൗരവ സൈന്യം അനാഥമായിരിക്കുകയാണ്. അവർ ദുഃഖിതരും പരിഭ്രാന്തരുമാണ്. അവരുടെ ഭാഗത്തുള്ള രാജാക്കന്മാരും സേനാനായകന്മാരും ദുര്യോധനനെ സമീപിച്ചു. യുദ്ധം തുടർന്ന് നടന്നുമെന്നു തന്നെയാണ് അവരുടെ ഉറച്ച തീരുമാനം. ആരെയാണ് അടുത്തതായി സർവ്വ സൈന്യാധിപനാക്കേണ്ടെന്നുള്ള ചിന്ത അവനെ അലട്ടിക്കൊണ്ടേയിരുന്നു. കർണനല്ലാതെ മറ്റാരും സൈന്യങ്ങളെ നയിക്കുന്നതിന് പ്രാപ്തരായിട്ടില്ലെന്നാണ് എല്ലാവരുടെയും മനസ്സിൽ. ദുര്യോധനനും ആ വഴിക്ക് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ കർണനെ കാണാതെ ഒരു തീരുമാനവും എടുക്കുവാൻ സാധ്യമല്ല. കർണൻ രാവിലെ തനിച്ചു പോയതാണ്, ഇതുവരെയും എത്തിയിട്ടില്ല. രാജാക്കന്മാരോടും സേനാനായകന്മാരോടും എന്താണ് പറയേണ്ടതെന്നറിയാതെ ദുര്യോധനൻ ഇരുകർക്കാവെ മൂഢനായി നിന്നു. ഏകനായി രണ്ടാമതൊരിക്കൽ കൂടി ഭീഷ്മ പിതാമഹനെ സന്ദർശിക്കുവാൻ പോയ കർണൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസ്സുകൾ വാങ്ങി ദുര്യോധനന്റെ ശിബിരത്തിൽ മടങ്ങിയെത്തി. എല്ലാവരുടെയും ദൃഷ്ടികൾ ആകാംക്ഷയോടെ കർണനിൽ പതിഞ്ഞു. കർണൻ എല്ലായ്പ്പോഴും ഭീഷ്മരെ എതിർത്തിരുന്നു. ഭീഷ്മരുടെ കീഴിൽ ഞാൻ യുദ്ധം ചെയ്യുകയില്ലെന്നും, ഭീഷ്മർ പാണ്ഡവരെ കൊന്നാൽ താൻ കാട്ടിൽ പോയി തപസ് ചെയ്യുമെന്നും, അതല്ല പാണ്ഡവന്മാർ ഭീഷ്മരെ കൊന്നാൽ താൻ പാണ്ഡവരോട് യുദ്ധം ചെയ്ത് അവരെ കൊല്ലുമെന്നും കർണൻ പ്രതിജ്ഞയെടുത്തിരുന്നു. ഇപ്പോൾ ഭീഷ്മർ ആസന്ന മരണത്തിനായി ശരശയ്യയിൽ കിടക്കുന്നു. ഇതിൽ സന്തോഷിക്കേണ്ടവനാണ് കർണൻ. എന്നാൽ അവൻ ആഹ്ലാദിച്ചില്ല. അവന്റെ മുഖം മ്ലാനമായിരുന്നു. കർണനെ കണ്ടപ്പോൾ ദുര്യോധനന്റെ വിഷാദം മാറി. അവന്റെ മുഖം തെളിഞ്ഞു. അവൻ സന്തോഷത്തോടെ കർണനെ ആലിംഗനം ചെയ്തു. അനാഥമായ കൗരവപ്പടയെ നയിക്കുവാൻ കർണനെ കണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും സാധ്യമല്ലെന്ന് അവൻ കർണനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. കർണന്റെ മനസ്സിൽ ഭീഷ്മർ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെയും മഹിമകളെയും പറ്റി മാത്രമായിരുന്നു അവന്റെ ചിന്ത. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ അവന്റെ ഹൃദയത്തെ മതിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്റെ നേതൃത്വം ഉറ്റുനോക്കിക്കൊണ്ടു നിന്ന കൗരവരോടും തന്നിൽ അതിരറ്റ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന തന്റെ ഉറ്റ ചങ്ങാതിയായ ദുര്യോധനനോട് എന്തു പറയുമെന്ന് അവൻ അറിയില്ലായിരുന്നു. അങ്ങനെ കർണൻ അവിടെ സ്തബ്ധനായി നിമിഷനേരം നിന്നുപോയി. അവന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. ആത്മസൈര്യദ്യം വീണ്ടെടുത്തു. കർണൻ പറഞ്ഞു: പ്രതാപികളായ രാജാക്കന്മാരെ, സുഹൃത്തുക്കളെ, പ്രഭാവശാലിയായ ഭീഷ്മ പിതാമഹന്റെ സ്ഥാനം കൈയേൽക്കുവാൻ ഈ ലോകത്തിൽ ആരുമില്ല. ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്നാലും അദ്ദേഹത്തെ ജയിക്കുവാൻ സാധ്യമല്ല. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരനോടും 1000 ആനയുടെ ബലമുള്ള ഭീമസേനനോടും സർവത്ര വിജയിയായ വിജയനോടും യമന്മാരെ പോലെയുള്ള നഗര സഹദേവന്മാരോടും സർവോപരി സർവശക്തനായ വസുദേവനോടും സാത്വികിയോടും മറ്റും യുദ്ധം ചെയ്യുവാൻ ഇനിയും ആർക്കാണ് കഴിയുക? കർണൻ തെല്ലിടെ നിശബ്ദനായി. അവൻ ചുറ്റുപാടും കണ്ണോടിച്ചു. ദുര്യോധനനും രാജാക്കന്മാരും ഭയപരാവശ്യത്തോടെ കർണനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടേയിരുന്നു. തങ്ങൾക്കിനിയും ഏക അവലംബം കർണൻ മാത്രമാണെന്ന് അവരുടെ വേദനകളിൽ വിളിച്ചു പറയുന്നത് പോലെ കർണന് തോന്നി. കർണന്റെ ഭാവം മാറി. ദൃഢമനസ്കനായി അവൻ തുടർന്നു: നാം അനാഥരായി, എങ്കിലും ഞാൻ ഭയപ്പെടുന്നില്ല. എനിക്ക് പരിഭ്രമവുമില്ല. എൻ്റെ ആത്മസൈര്യദ്യം നഷ്ടപ്പെട്ടിട്ടുമില്ല. ഈ ലോകം ശാശ്വതമല്ല. ജീവിതം നശ്വരമാണ്. മരിക്കുന്നതിൽ എനിക്ക് ഭയമില്ല. എൻ്റെ പ്രതിജ്ഞ ഞാൻ നിറവേറ്റും. പാണ്ഡവരെ ഞാൻ കൊല്ലും. എവിടെ എൻ്റെ പടച്ചട്ട? എവിടെ എൻ്റെ ആയുധങ്ങൾ? എല്ലാം കൊണ്ടുവരും. കർണന്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അവൻ യുദ്ധാവേശം കൊണ്ട് ആവിഷ്ടനായി. കർണൻ യുദ്ധം ചെയ്യുമെന്ന് സമ്മതിച്ചതല്ലാതെ സർവ്വ സൈന്യാധിപനായിരിക്കുമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ദുര്യോധനൻ അക്കാര്യം സൂചിപ്പിച്ചു. നമ്മുടെ കൂട്ടത്തിൽ അനേകം മഹാരഥന്മാരുണ്ട്. ശക്തന്മാരും ധൈര്യശാലികളുമുണ്ട്. പ്രഗത്ഭരും കുലീനരും ബുദ്ധിമാന്മാരുമായ അവർ ഓരോരുത്തരും സർവ്വ സൈന്യാധിപനായിരിക്കുവാൻ കഴിവുള്ളവരാണ്. എങ്കിലും അതിൽ ഒരാളെ തിരഞ്ഞെടുത്താൽ
മറ്റുള്ളവർക്ക് ഇഷ്ടമാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആചാര്യനായ ദ്രോണനെ സർവ്വ സൈന്യാധിപനാക്കുന്നതാണ് ശരിയായ നടപടി. ഇന്ന് ജീവിച്ചിരിക്കുന്ന ശസ്ത്രപരാംഗതന്മാരിൽ പ്രഥമ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. നമ്മുടെ സേനയെ നയിക്കുന്നതിന് നമ്മോടൊപ്പമുള്ള എല്ലാ ക്ഷത്രിയരെക്കാളും കൂടുതൽ യോഗ്യത അദ്ദേഹത്തിനുണ്ട്. കർണൻ തന്റെ അഭിമതം പ്രകടിപ്പിച്ചു. ദുര്യോധനൻ സമ്മതിച്ചു. രാജാക്കന്മാർക്കും കർണന്റെ അഭിപ്രായം സ്വീകാര്യമായി. എല്ലാവരും കൂടി ദ്രോണന്റെ സവിധത്തിലെത്തി. 85 വയസ്സ് പ്രായമുള്ള ശോഷിച്ച ശരീരത്തോടുകൂടിയ ആ വൃദ്ധ ബ്രാഹ്മണനോട് ദുര്യോധനൻ പറഞ്ഞു, ആചാര്യ, ഇവിടെയുള്ള ഞങ്ങളെയൊക്കെക്കാൾ ജാതി കൊണ്ടും പ്രായം കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടും വിവേകം കൊണ്ടും പൂർവിക മഹിമ കൊണ്ടും ചാതുര്യം കൊണ്ടും നിസ്തുലനായ വ്യക്തി അങ്ങാണ്. അങ്ങ് കൗരവ സൈന്യത്തിന്റെ സർവ്വ സൈന്യാധിപനായി സ്കന്ദൻ ദേവന്മാരെ നയിച്ചതുപോലെ ഞങ്ങളെ നയിച്ചാലും അപ്രതീക്ഷിതമായ ഞങ്ങളുടെ ശക്തി കൊണ്ട് കൗരവർ യുദ്ധം ജയിക്കും. ഇപ്രകാരം ദുര്യോധനൻ പറഞ്ഞപ്പോൾ രാജാക്കന്മാരെയെല്ലാം ദ്രോണൻ ജയിക്കട്ടെ, ദ്രോണൻ ജയിക്കട്ടെ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. സൈന്യങ്ങൾ സന്തോഷത്തോട് അതേറ്റുപറഞ്ഞ് സിംഹനാദം മുഴക്കി. ദുര്യോധനൻ തന്നിൽ അർപ്പിച്ച വിശ്വാസവും കൗരവരുടെ ആഹ്ലാദ പ്രകടനങ്ങളും കണ്ടപ്പോൾ ദ്രോണർ വികാരധീനനായി. അദ്ദേഹം പറഞ്ഞു, ജയകാംക്ഷികളായ നിങ്ങൾ എന്നിൽ കാണുന്ന ഗുണങ്ങളെ ന്യായീകരിക്കുവാൻ കഴിയുന്നതും ഞാൻ ശ്രമിക്കാം. പാണ്ഡവന്മാരോടൊക്കെ പൊരുതാം. എന്നാൽ ഞാൻ ദൃഷ്ടദ്യുമ്നനെ മാത്രം കൊല്ലുകയില്ല. അവൻ എന്നെ കൊല്ലുവാനായി പിറവിയെടുത്തവനാണ്. ദ്രോണനെ സർവ്വ സൈന്യാധിപനായി അഭിഷേകം ചെയ്തു. ശംഖനാദം മുഴങ്ങി. വാദ്യാഘോഷങ്ങൾ ഉയർന്നു. ഹർഷകോലാഹലങ്ങൾ അലയടിച്ചു. വന്നികളും മാഗധന്മാരും വീരഗാനങ്ങൾ ആലപിച്ച് ദ്രോണനെ വാഴ്ത്തി സ്തുതിച്ചുപായി. ഇതെല്ലാം കണ്ടപ്പോൾ പാണ്ഡവന്മാർ തോറ്റു തുന്നം പാടിയതായി തന്നെ ദുര്യോധനാദികൾക്ക് തോന്നി. അവർ എല്ലാവരും കൂടി ചേർന്ന് ദുര്യോധനനെയും ദ്രോണനെയും വാഴ്ത്തി സ്തുതിച്ചുപാടി. ഭീഷ്മരുടെ സ്ഥാനത്ത് തന്നെ സേനാധിപതിയാക്കി നിയമിച്ചപ്പോൾ ദ്രോണൻ അളവറ്റ അഭിമാനമുയർന്നു. അദ്ദേഹം പറഞ്ഞു, ദുര്യോധന, ഗംഗാപുത്രന് ശേഷം നീ എന്നെ സേനാധിപതിയാക്കി സൽക്കരിച്ചു. ഞാനതിൽ അതീവ സന്തുഷ്ടനാണ്. പാണ്ഡവരോട് അടരാടി വിജയം കൈവരിക്കുവാൻ ഞാൻ പരമാവധി യത്നിക്കും. നിനക്കെന്തെങ്കിലും പ്രത്യേക വിവരം വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്കെന്താണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാനത് സാധിച്ചു തരാം. ദുര്യോധനൻ ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന കർണനോടും ദുശാസനോടും ഏതാനും നിമിഷം ആലോചിച്ച ശേഷം പറഞ്ഞു, ആചാര്യ, അങ്ങ് യുധിഷ്ഠിരനെ ജീവനോടെ പിടിച്ചു കിട്ടി എൻ്റെ അടുക്കൽ എത്തിക്കണം. അതാണ് എനിക്ക് വേണ്ടത്. ഇത് കേട്ടപ്പോൾ ആജാതശത്രുവായ യുധിഷ്ഠിരനെ കൊല്ലുവാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നോർത്ത് അമിതമായ ആശ്വാസമാണ് ദ്രോണർക്കുണ്ടായത്. അദ്ദേഹം ഹർഷത്തോടെ പറഞ്ഞു, ദുര്യോധന, യുധിഷ്ഠിരനെ തടവുകാരനാക്കുവാൻ മാത്രമാണല്ലോ നീ ആഗ്രഹിക്കുന്നത്. നീ എന്തുകൊണ്ട് അവനെ കൊല്ലണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടില്ല? അവൻ ജീവിച്ചിരിക്കുവാൻ നീയും ഇച്ഛിക്കുന്നത് ഇത് ശരിയല്ലേ? ധർമ്മപുത്രൻ ഒരാളും ശത്രുവല്ല. ധന്യായ കുന്തിപുത്രനെ എല്ലാവരും ആജാതശത്രു എന്ന് വിളിക്കുന്നത് തന്നെ വെറുതെയല്ല. യുധിഷ്ഠിരനെ കൊല്ലാതെ പിടിച്ചു കെട്ടിയാൽ മാത്രം മതിയെന്ന് ദുര്യോധനൻ പറഞ്ഞത് സദുദ്ദേശത്തോടെ എന്ന് ധരിച്ച ദ്രോണർക്ക് തെറ്റുപറ്റി. ദുര്യോധനന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അതവന്റെ ദുഷ്ടബുദ്ധിയും അവന്റെ ഉപദേശകരുടെ കുതന്ത്രങ്ങളും വെളിപ്പെടുത്തി. തൻ്റെ വഞ്ചനാത്മകമായ ചിന്താഗതി ദുര്യോധനൻ ദ്രോണരുടെ മുമ്പാകെ തുറന്നു കാട്ടി. അവൻ പറഞ്ഞു, ഗുരു, പോരിൽ കുന്തിപുത്രനെ കൊന്നതുകൊണ്ട് മാത്രം എനിക്ക് വിജയം ലഭിക്കുകയില്ല. ധർമ്മജനെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ അർജുനൻ നമ്മെ ആരും ബാക്കി വെക്കുകയില്ല. പോരിൽ അവരെയൊക്കെ കൊല്ലുവാൻ ദേവന്മാർക്ക് പോലും അസാധ്യമാണ്. എന്നാൽ ആ സത്യപ്രതിജ്ഞനെ കയ്യിൽ കിട്ടിയാൽ വീണ്ടും ചൂത് കളിപ്പിച്ച് തോൽപ്പിക്കാം. അപ്പോൾ എല്ലാ പാണ്ഡവരെയും ഒരിക്കൽ കൂടി കാട്ടിലേക്ക് അയക്കുകയും ചെയ്യാം. യുധിഷ്ഠിരൻ പറയുന്നത് നിശ്ചയമായും അർജുനന്മാർ അനുസരിക്കുകയും ചെയ്യും. അങ്ങനെ ആ ചൂതാട്ടം എനിക്ക് എന്നത്തേക്കും ജയമായി ഭവിക്കും. അതുകൊണ്ടാണ് ധർമ്മപുത്രരുടെ വധത്തിന് ഞാൻ കാംക്ഷിക്കാത്തത്. ദുര്യോധനന്റെ വക്രബുദ്ധി മനസ്സിലായപ്പോൾ ദ്രോണർക്ക് അവനോട് വെറുപ്പ് തോന്നിയെങ്കിലും യുധിഷ്ഠിരനെ കൊല്ലേണ്ടി വരുന്നില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരി, അങ്ങനെ ചെയ്യുവാൻ ശ്രമിക്കാം. എന്നാൽ അർജുനൻ ധർമ്മജനെ കാത്തുരക്ഷിക്കുകയാണെങ്കിൽ അവനെ പിടിച്ചു കെട്ടുവാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അർജുനൻ എൻ്റെ ശിഷ്യനാണെങ്കിലും അസ്ത്രപ്രയോഗത്തിൽ എന്നേക്കാൾ മീതെയാണെന്നതിൽ ഒരു തർക്കവുമില്ല. പോരെങ്കിൽ ഞാൻ വൃദ്ധനും അവൻ യുവാവുമാണ്. അതുകൊണ്ട് ഏതെങ്കിലും സാമർഥ്യം കാണിച്ച് അവൻ പ്രധാന പോർക്കളത്തിൽ നിന്നും മാറ്റി നിർത്തുക തന്നെ ചെയ്യണം. അവനെ മാറ്റി നിർത്താതെ ഒന്നും സംഭവ്യമല്ല. പാർത്ഥൻ മാറി നിന്നാൽ ധർമ്മജൻ നിന്റെ കൈവശത്തിലായെന്ന് തന്നെ ധരിച്ചുകൊള്ളുക. ദുര്യോധനൻ സന്തുഷ്ടനായി. ദ്രോണന്റെ പ്രതിജ്ഞ കേട്ടപ്പോൾ വിഡ്ഢികളായ ദുര്യോധന പ്രഭൃതികൾ അങ്ങനെയാണ് വിചാരിച്ചത്. യുധിഷ്ഠിരൻ തങ്ങളുടെ കയ്യിൽ അകപ്പെട്ടെന്നത് തന്നെ. ദുര്യോധനൻ അത് കൊട്ടി ആഘോഷിക്കുക തന്നെ ചെയ്തു.
കൗരവ സൈന്യത്തിലെങ്ങും ദ്രോണൻ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടുമെന്ന വാർത്ത പരന്നു. അവർ അമിതമായി ആഹ്ലാദിച്ചു. ദുര്യോധനന്റെ മോഹം ചാരന്മാർ മുഖേന ധർമ്മപുത്രൻ അറിഞ്ഞു. അദ്ദേഹത്തിന് പരിഭ്രമമായി. ഉടൻ തന്നെ അനുജന്മാരെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. വിവരം അവരെയും ഗ്രഹിപ്പിച്ചു. അർജുനൻ ഇത് നേരം പോക്കായിട്ടാണ് തോന്നിയത്. അവൻ ജ്യേഷ്ഠനെ സമാധാനിപ്പിക്കുവാനായി പലതും പറഞ്ഞു തുടർന്നു. മഹാരാജാവേ, അങ്ങയെ തടവിലാക്കാമെന്ന ധൃതരാഷ്ട്രപുത്രൻ വെറുതെ കുതിക്കുകയാണ്. ആ മോഹം ഈ ജീവിതകാലത്ത് അവന് സാധിക്കുകയില്ല. ദ്രോണൻ സർവശസ്ത്ര ശ്രേഷ്ഠനാണ്. എന്നാലും അദ്ദേഹത്തിന്റെ അഭീഷ്ടം സാധിക്കുവാൻ പോകുന്നില്ല. പ്രഭു, ഞാനിതാ ശപഥം ചെയ്യുന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഭവാൻ ദ്രോണനെ ഭയപ്പെടേണ്ട. ഞാൻ അനർത്ഥം പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല. തോറ്റതായി ഞാൻ ഓർക്കുന്നില്ല. സത്യം ചെയ്തിട്ട് അത് തെറ്റിച്ചതായും എനിക്ക് ഓർമ്മയില്ല. യുധിഷ്ഠിരന് സമാധാനമായി. ദ്രോണന്റെ നേതൃത്വത്തിൽ ദുര്യോധനെ മുമ്പിലാക്കി പിൻഭാഗത്ത് കർണനെയും നിർത്തി കൗരവ സൈന്യം യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. കർണന്റെ രഥത്തിൽ ആനച്ചങ്ങല ചിഹ്നമുള്ള വലിയ കൊടി സൂര്യ തേജസ്സോട് പാറിക്കളിച്ചു. കർണനെ കണ്ടതോടുകൂടി ഭീഷ്മരുടെ പതനം കൊണ്ടുള്ള വ്യസനം കൗരവസേന വിസ്മരിച്ചു. പലരും ആഹ്ലാദം കൊണ്ട് മതിമറന്നു. കർണനെ കണ്ടാൽ പിന്നെ പാണ്ഡവന്മാർ പടക്കളത്തിൽ നിൽക്കില്ല. ഇന്ദ്രാദികളായ ദേവന്മാർ പോലും ജയിക്കുവാൻ കർണന് കഴിയും. പിന്നെയാണോ പാണ്ഡവന്മാർ? അവരോടുള്ള സ്നേഹം കൊണ്ട് ഭീഷ്മർ മനഃപൂർവ്വം അവരെ കൊല്ലാതിരുന്നതല്ലേ? പക്ഷേ കർണൻ കൂർത്ത മൂർത്ത ശരങ്ങൾ അയച്ച് അവരെ എല്ലാം തന്നെ വകവരുത്തിക്കളയും. ഇപ്രകാരം കൗരവ യോദ്ധാക്കൾ തങ്ങളിൽ തന്നെ പറഞ്ഞു തുടങ്ങി. പോർക്കളത്തിലാകെ കൗരവസേനയുടെ വ്യൂഹം ചമയ്ക്കപ്പെട്ടു. നേതാക്കന്മാരെ എല്ലാം മർമ്മസ്ഥാനങ്ങളിൽ നിർത്തി. എല്ലാവരും യുദ്ധസന്നദ്ധരായി. അപ്പോഴേക്കും ദൃഷ്ടദ്യുമ്നന്റെ നേതൃത്വത്തിൽ പാണ്ഡവ സൈന്യവും പടക്കളത്തിൽ എത്തിച്ചേർന്നു. അവർ ക്രൗഞ്ചക വ്യൂഹം ചമച്ചാണ് സേനയെ യുദ്ധസന്നദ്ധമാക്കിയത്. അവരുടെ മധ്യത്തിൽ നിൽക്കുന്ന അർജുനന്റെ ഹനുമൽ ചിഹ്നമുള്ള വാനരക്കൊടി ആകാശമാർഗത്തിൽ ഉയർന്നു പാറിപ്പറന്നു. അത് പാണ്ഡവസേനയ്ക്ക് ആവേശം പകർന്നുകൊണ്ടേയിരുന്നു. ഒട്ടും താമസിയാതെ ഇരു സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. ആരംഭത്തിൽ ദ്രോണന്റെ അസ്ത്രവർഷം കൊണ്ട് പാണ്ഡവപ്പട ആകപ്പാടെ ഒന്നുലഞ്ഞെങ്കിലും അവരുടെ സേനാനായകന്മാർ ക്ഷണനേരം കൊണ്ട് സുശക്തമായ ഒരു പ്രതിരോധ നിര തന്നെ സൃഷ്ടിച്ചു. അനന്തരം ഓരോരുത്തരും അവരവർക്ക് തുല്യരായ എതിരാളികളോട് ദ്വന്ദ്വയുദ്ധം ചെയ്യുവാൻ തുടങ്ങി. സാത്വികിയും കൃതവർമാവും ശകുനിയും സഹദേവനും നകുലനും സിന്ധുരാജാവും ഘടോൽഗജനും അലംബുഷനും പാഞ്ചാല രാജാവും ദ്രോണനും അഭിമന്യുവും ശല്യനും തമ്മിലാണ് പ്രധാനമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധങ്ങൾ നടന്നത്. ഓരോരുത്തരും എല്ലാം വിസ്മരിച്ച് പോരാടി. പലരുടെയും ആയുധങ്ങൾ തകർക്കുകയും സൂതനെ കൊല്ലുകയും ധ്വജത്തെ ഛേദിക്കുകയും ചെയ്തു. എല്ലാവരും വീറോടും വാശിയോടും കൂടി ശസ്ത്രങ്ങൾ പ്രയോഗിച്ചു. എങ്കിലും ആർക്കും നിർണായകമായ ജയപരാജയങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ അഭിമന്യുവും ശല്യനും കൂടി നടത്തിയ യുദ്ധം രോമാഞ്ചകഞ്ചുകമായിരുന്നു. ഇടതടവില്ലാതെ അവരുടെ ശരമാരി പോർക്കളത്തെ മുഴുവൻ സ്തബ്ധമാക്കി. ഇരുഭാഗത്തും അസംഖ്യം കാലാൾപ്പടയും ആനയും കുതിരയും ചത്തൊടുങ്ങി. ഒരു സന്ദർഭത്തിൽ സൗഭദ്രൻ ശല്യന്റെ വില്ലു മുറിച്ചു. അപ്പോൾ തന്നെ ശല്യൻ സൗഭദ്രന്റെ തേരാളിയം വീഴ്ത്തി. ക്രോധാവിഷ്ടരായ അവർ വാളും പരിചയമെടുത്ത് തേരിൽ നിന്ന് താഴേക്ക് ചാടി. നിരത്തിരുന്ന് യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. ആഞ്ഞുവെട്ടുന്ന ഖണ്ഡങ്ങളിൽ നിന്നുണ്ടായ തീജ്വാല മിന്നൽ കൊടി പോലെ യുദ്ധക്കുളത്തിൽ വീശി. ഒരേ രീതിയിൽ ശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അവർ സമനില പുലർത്തിയതല്ലാതെ ആർക്കും മറ്റേയാളിനെ വെല്ലുവാൻ കഴിഞ്ഞില്ല. ശല്യൻ ഉടൻ തന്നെ ഭയാനകമായ തൻ്റെ ഗദയെടുത്ത് അഭിമന്യുവിനെ കൊല്ലത്തക്ക വിധത്തിൽ വീശിയടിച്ചു. നിമിഷങ്ങൾക്കകം അഭിമന്യുവും തൻ്റെ ഗദയെടുത്ത് കഴിഞ്ഞിരുന്നു. ഗദായുദ്ധം ആരംഭിച്ചു. തത്സമയം ഭീമൻ അവിടെ എത്തി. അവൻ വളരെ നിർബന്ധിച്ച് സൗഭദ്രനെ പിന്നോട്ട് തള്ളിയിട്ട് മദ്രരാജാവിനോട് ഏറ്റുമുട്ടി. ചടപടാ ശബ്ദം കൊണ്ട് ദിങ്മുഖങ്ങളെ മാറ്റിലി കൊള്ളിപ്പിച്ചു. അവരുടെ ഈ ഗദായുദ്ധം കണ്ട് ചുറ്റുപാടുമുള്ള യോദ്ധാക്കൾ ആശ്ചര്യസ്തബ്ധരായി നിന്നു. കൊണ്ടും കൊടുത്തും അവരിരുവരും വളരെ നേരം പോരാടി. അവരുടെ രണ്ടുപേരുടെയും ശരീരം രക്തപകീലമായി. അവസാനം ഭീമന്റെ ഗദാപ്രഹരമേറ്റ് ശല്യൻ പ്രജ്ഞയേറ്റ് വീണു. ഇത് കണ്ട ഘൃതോർമാവ് ഓടിവന്ന് ശല്യനെ തന്റെ രഥത്തിൽ എടുത്തു കിടത്തി പിന്നണിയിലേക്ക് ഓടിച്ചുകൊണ്ടുപോയി. കൗരവർ ഇത് കണ്ട് ഭയപ്പെട്ടു. അവരുടെ മുഖം മ്ലാനമായി. പാണ്ഡവ സൈന്യം ഉച്ചത്തിൽ ശംഖു വിളിച്ചു. അവരെല്ലാം ആവേശഭരിതരായി. ഉത്സാഹത്തോടെ കൗരവപ്പടയെ എതിർത്ത് മുന്നേറുവാൻ തന്നെ തുടങ്ങി. ഇത് കണ്ട് കർണന്റെ പുത്രനായ വൃഷസേനൻ മുന്നണിയിലെത്തി. മഹാരഥന്മാരെ പോലും അമ്പരിപ്പിക്കുന്ന വിധത്തിൽ ആശ്ചര്യജനകമായ പോരാട്ടമായിരുന്നു അവൻ നടത്തിയത്. എല്ലാ വശത്തേക്കും ഒരുപോലെ ബാണങ്ങൾ അയച്ചുകൊണ്ട് പാണ്ഡവ പടയുടെ മുന്നേറ്റത്തെ അവൻ തടഞ്ഞു നിർത്തി.
അപ്പോഴേക്കും പാണ്ഡവ പക്ഷത്തുള്ള പല നായകന്മാരും അവിടെ എത്തി വൃഷസേനനോട് ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നു. ഈ സമയം ദ്രോണൻ പാണ്ഡവ സൈന്യനിരയിലായി ഭേദിച്ചുകൊണ്ട് യുധിഷ്ഠിരന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. സൂര്യൻ അസ്തമിക്കുവാൻ അധിക സമയം ഉണ്ടായിരുന്നില്ല. തന്മൂലം യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടുവാനുള്ള ശ്രമത്തിലായിരുന്നു ദ്രോണർ. ഇത് മനസ്സിലാക്കിയ പാണ്ഡവർ യുധിഷ്ഠിരനെ ശക്തമായ ഒരു രക്ഷാവലയത്തിനുള്ളിലാക്കിയിട്ട് ദ്രോണന്റെ മുന്നേറ്റത്തെ ചെറുത്തു. ദ്രോണൻ വാശിയോടെ പൊരുതി. അദ്ദേഹത്തിന്റെ ശരങ്ങൾ പാണ്ഡവപ്പടയുടെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ടായിരുന്നു. ദ്രോണൻ ക്രമേണ മുന്നേറ്റം തുടർന്നുകൊണ്ടേയിരുന്നു. താമസിയാതെ അദ്ദേഹം യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞ് കൗരവർ ആർത്തു വിളിച്ചു. അർജുനൻ പോർക്കളത്തിന്റെ മറ്റൊരു ഭാഗത്തായിരുന്നു. കൗരവരുടെ ആർപ്പ് വിളികയിട്ട് അദ്ദേഹം പാഞ്ഞെത്തി. ഗാണ്ഡീവത്തിന്റെ ഞാനൊലി കേട്ടപ്പോൾ കൗരവപ്പട പരിഭ്രമിച്ചു. ദ്രോണന്റെ ഉന്മേഷവും നശിച്ചു. തന്റെ ആഗ്രഹം സഫലമാവുകയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അർജുനന്റെ അപ്രഹിതങ്ങളായ ബാണങ്ങളേറ്റ് കൗരവപ്പട മരിച്ചു വീഴുവാൻ തുടങ്ങി. അശ്വങ്ങൾ ചത്തുവീണു. മത്തേപങ്ങൾ മല പോലെ മറിഞ്ഞു വീണു മരിച്ചു. കുറച്ചു സമയം ഈ വിധത്തിൽ തുടർന്നപ്പോഴേക്കും കൗരവപ്പട ചിന്നിച്ചിതറി. ഇനിയും യുദ്ധം തുടർന്നാൽ ശേഷിച്ചവരെ കൂടി പാർത്ഥൻ കൊന്നൊടുക്കുമെന്ന നിലയായപ്പോൾ ആദിത്യൻ അസ്തമിച്ചു എന്നുള്ള കാരണത്തിന്റെ വെളിച്ചത്തിൽ അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നതായി ദ്രോണൻ പ്രഖ്യാപിച്ചു. എല്ലാവരും ആയുധം താഴ്ത്തി അവരവരുടെ ശിബിരങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. ദ്രോണൻ അസ്വസ്ഥനായിരുന്നു. യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടുവാൻ കഴിയാതെ വന്നതിൽ അദ്ദേഹം നിരാശനും ലജ്ജിതനുമായിരുന്നു. തന്റെ പ്രതിജ്ഞ നിറവേറ്റുവാൻ കഴിയാതെ വന്നതിൽ സൈന്യങ്ങളുടെയും കൗരവരുടെയും ഇടയിൽ തന്റെ മതിപ്പ് കുറഞ്ഞുപോയെന്ന് അദ്ദേഹം ശങ്കിച്ചു. ശിബിരത്തിലെത്തിയിട്ടും അദ്ദേഹം മ്ലാനവധനായിരുന്നു. നാമമാത്രമായി ഭക്ഷണം കഴിച്ചിട്ട് ദ്രോണൻ ദുര്യോധനനെ സമീപിച്ചു. ദുര്യോധനൻ അസ്വാരത്തോടെയാണ് ദ്രോണരെ എതിരേറ്റത്. യുധിഷ്ഠിരനെ കയ്യിൽ കിട്ടാത്തതിൽ അവൻ തികച്ചും നിരാശനും അസന്തുഷ്ടനുമായിരുന്നു. ദ്രോണൻ പറഞ്ഞു, ദുര്യോധന, അർജുനനെ രക്ഷിച്ചില്ലെങ്കിൽ മാത്രമേ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടണമെന്നാണല്ലോ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ പ്രതിജ്ഞയ്ക്ക് ഭംഗം വന്നിട്ടില്ല. അവസാന നിമിഷത്തിൽ അർജുനൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പ്രതിജ്ഞ പാലിച്ചേനെ. നാളെയും അർജുനൻ യുധിഷ്ഠിരനെ കാക്കുകയാണെങ്കിൽ പിടിച്ചു കെട്ടുവാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അതുകൊണ്ട് ആരെങ്കിലും അർജുനനെ പോരിന് വിളിച്ച് പ്രധാന പോർക്കളത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകുന്ന പക്ഷം നമ്മുടെ സുഗമമായി യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടുവാൻ കഴിയുന്ന പദ്ധതി നടക്കും. ഇത് കേട്ട ദുര്യോധനൻ ചിന്താവിഷ്ടനായിരുന്നതല്ലാതെ ഒന്നും മറുപടി പറഞ്ഞില്ല. തൃഗർത്ത രാജാവായ സുശർമൻ ആചാര്യന്റെ വാക്കുകൾ കേട്ടു. അവനും അവൻ്റെ 5 സഹോദരന്മാരും കൂടി മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾ അർജുനനെ ഒറ്റയ്ക്ക് പോരിന് വിളിച്ച് പോർക്കളത്തിന്റെ തെക്കുഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഇത് കേട്ട് മാളവിക ദേശക്കാരും നാരായണ സൈന്യങ്ങളും മറ്റും ചിലരും തങ്ങളോട് അർജുനന്റെ പ്രത്യേകമായ പോരിന് സന്നദ്ധനാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് സുശർമാവിന്റെ നേതൃത്വത്തിൽ കുറച്ച് വീരന്മാരും സഹസ്രക്കണക്കിനുള്ള അവരുടെ അണികളും കൂടി അപ്പോൾ തന്നെ ഒരഗ്നികുണ്ഡമുണ്ടാക്കി. അഗ്നിസാക്ഷിയായി ഇപ്രകാരം സത്യം ചെയ്യുകയും ചെയ്തു, നാളെ ഞങ്ങൾ അർജുനനെ കൊന്നല്ലാതെ പോർക്കളത്തിൽ നിന്ന് മടങ്ങിപ്പോരുന്നതല്ല. യുദ്ധത്തിൽ നിന്ന് പിന്തിരികയില്ലെന്ന് സത്യം ചെയ്യുന്നവനെ സംശപ്തകൻ എന്നാണ് വിളിക്കുന്നത്. ആകയാൽ സുശർമന്റെ നേതൃത്വത്തിൽ സത്യം ചെയ്തവർ സംശപ്തകർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതൊരു അപ്രതീക്ഷിത സംഭവമായിരുന്നു. ദ്രോണൻ വളരെ സന്തോഷിച്ചു. ദുര്യോധനന് സമാധാനമായി. അടുത്ത ദിവസം യുധിഷ്ഠിരൻ തന്റെ തടവുകാരനായിരിക്കുമെന്നുള്ള മോഹന സങ്കല്പത്തോടെ അവൻ രാത്രി തള്ളി നീക്കി. ഇത് ഒരു അപ്രതീക്ഷിത സംഭവം തന്നെ ആയിരുന്നുവല്ലോ. ത്രികർത്ത രാജാവിന്റെ നേതൃത്വത്തിലുള്ള സംശപ്തകന്മാർ ഒരു ചാവേർപ്പട പോലെയായിരുന്നു. അവർ പൊഴുതുപിടിയുന്നതിന് മുമ്പ് തന്നെ പാണ്ഡവപാളയത്തിലെത്തി അർജുനനെ പോരിന് വെല്ലുവിളിച്ചു. വീരവാദങ്ങളും അപഹാസ്യ വാക്കുകളും നിറഞ്ഞ അവരോട് പോർവിളി കേട്ടപ്പോൾ അർജുനന്റെ രക്തം തിളച്ചു. അതവന് കേട്ടുകൊണ്ട് വെറുതെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. സംശപ്തകരോട് പോരാടുവാൻ അനുവാദം നൽകണമെന്ന് ബൽഗുണൻ യുധിഷ്ഠിരനോട് അഭ്യർത്ഥിച്ചു. അർജുനൻ അടുത്തില്ലെങ്കിൽ ദ്രോണൻ തന്നെ പിടിച്ചു കെട്ടിക്കളയുമെന്ന ഭയന്ന യുധിഷ്ഠിരൻ അർജുനനെ അവന്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ശത്രുക്കൾ പോരിന് വിളിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുവാൻ ഒരു ക്ഷത്രിയന് സാധ്യമല്ല. ഞാൻ സംശക്തരെ കൊന്നിട്ട് കഴിയുന്നതും വേഗം മടങ്ങി വരാം. അതുവരെ സാത്വികി അങ്ങയെ രക്ഷിക്കും. ദൃഷ്ടദ്യുമ്നനും അവിടെ ഉണ്ടാവും. അവരെ ജയിക്കുവാൻ ദ്രോണന് സാധ്യമല്ല. അങ്ങൊട്ടും പരിഭ്രമിക്കണ്ട. ആത്മസൈര്യത്തോടെ പടയെ നയിച്ചാൽ മതി. ഗത്യന്തരമില്ലാതെ യുധിഷ്ഠിരൻ അർജുനനെ അനുഗ്രഹിച്ചയച്ച് യാത്രയാക്കി. ഏകദേശം 25 നാഴിക നീളവും 15 നാഴിക വീതിയുമുള്ളതാണ് പടക്കളം. ഇതിന്റെ തെക്കുഭാഗത്തായിട്ടാണ് ത്രികർത്ത രാജാവും കൂട്ടരും അർജുനനോട് പോരാടിനായി ഒരുങ്ങുന്നത്. ഈ സ്ഥലം പ്രധാന യുദ്ധകളത്തിൽ നിന്ന് വളരെ അകലെയാണ്. പാർത്ഥസാരഥി തെളിയിച്ച തേരിൽ കയറി സംശക്തന്മാരെ നേരിടുവാൻ പാർത്ഥനെത്തി. അർജുനന് പോലും ആശ്ചര്യം തോന്നത്തക്ക വിധത്തിലാണ് എതിരാളികൾ സൈന്യത്തിന് സജ്ജീകരണം നടത്തിയിരുന്നത്.
കണക്കില്ലാത്തത്ര തേരുകളും മാനകളും കുതിരകളും കാലാൾ സൈന്യങ്ങളും അനവധി മഹാരഥന്മാരോടൊപ്പം നിരന്നു നിന്നിരുന്നു. അവർ ആർത്തു വിളിച്ച് ശംഖനാദവും പെരുമ്പറയും മുഴക്കിക്കൊണ്ട് ഉത്സാഹഭരിതരായി നിൽക്കുകയാണ്. അർജുനൻ ഇത് കണ്ടപ്പോൾ ഭഗവാനോട് പറഞ്ഞു, ഇവരെല്ലാം ഉടൻ തന്നെ ഇന്ദ്രന്റെ അതിഥികളായി സ്വർഗത്തിലെത്തും. പോർക്കളത്തിൽ ശത്രുവിന്റെ ആയുധം കൊണ്ട് മരിക്കുന്നവന് സ്വർഗലബ്ധി നിശ്ചയമാണ്. കേശവ, അവരുടെ നടുവിലേക്ക് തന്നെ തേർ തെളിച്ചാലും. കൃഷ്ണൻ അർജുനരഥം സംശക്തരുടെ മുൻപിലെത്തിക്കൊണ്ട് നിർത്തി. അർജുനനെ കണ്ടപ്പോഴേക്കും തൃകൃത്ത സൈന്യങ്ങൾ ആകാശം നടുങ്ങുമാർ ഉച്ചത്തിൽ ആർത്തു വിളിക്കുകയും ചെയ്തു. യോദ്ധാക്കൾ അനേകം ഉണ്ടായിരുന്നതിനാൽ നാനാഭാഗത്തു നിന്നും തെരുതെരെ ശരങ്ങൾ വർഷിക്കപ്പെട്ടു. എന്നാൽ അർജുനന്റെ ഗാണ്ഡീവാമോഘോഷം പൊഴിച്ച ശരഘർഷങ്ങൾക്ക് മുമ്പിൽ അവയെല്ലാം ഒലിച്ചുപോയി. ശത്രു സൈന്യത്തിലെ അനവധി കാലാൾപ്പടയും ആനകളും കുതിരകളുമൊക്കെ അർജുനന്റെ ബാണങ്ങളേറ്റ് നിലംപതിച്ചു. അക്കൂട്ടത്തിൽ തൃഹൃത്തന്മാരിൽ ഒരാളായ സുധ്വനവനും മരിച്ചു. അതോടെ അവരുടെ ക്രോധാവേശം ആളിക്കത്തി. പലതരം ആയുധങ്ങളെ അവർ അർജുനന്റെ നേർക്ക് പ്രയോഗിക്കുവാൻ തുടങ്ങി. ഈ അവസരത്തിൽ അർജുനൻ വിശ്വകർമാസ്ത്രത്തെ എടുത്ത് ശത്രുക്കളുടെ നേരെ തുടുത്തുവിട്ടു. ആ അസ്ത്രവില്ലിൽ നിന്ന് വിടേണ്ട താമസം ശത്രുക്കളുടെ ദൃഷ്ടിയിൽ അനേകം അർജുനന്മാരെയും കൃഷ്ണന്മാരെയും കാണുവാൻ തുടങ്ങി. എന്നു മാത്രമല്ല, ഓരോരുത്തരും മറ്റുള്ളവരെ അർജുനനായി കണ്ടു. അർജുനനോട് ഏറ്റുമുട്ടുന്നു എന്നുള്ള വിശ്വാസത്തോടെ അവർ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെ തന്നെ പ്രഹരിക്കുവാനും തുടങ്ങി. ഈ വിധത്തിൽ അന്യോന്യം പ്രഹരിച്ച് സംശക്തകരിൽ നാലിൽ ഒരു നല്ല ഭാഗം ചത്തുവീണു. ബാക്കി സൈന്യങ്ങൾ ചിന്നിച്ചിതറി ഓടുവാൻ തുടങ്ങി. ഇതൊക്കെ അർജുനന്റെ ശസ്ത്രപ്രഭാവം കൊണ്ട് തന്നെയാണെന്ന് തൃകർത്ത രാജാവിന് മനസ്സിലായി. അദ്ദേഹം തന്റെ സൈന്യങ്ങളെ വീണ്ടും കൂട്ടിയിണക്കുവാൻ ശ്രമിച്ചു. അവർ എടുത്തിട്ടുള്ള പ്രതിജ്ഞയെപ്പറ്റി അവർ ഓർമ്മിപ്പിച്ചു. അവർക്കെല്ലാവർക്കും കാര്യം മനസ്സിലായി. അവർ വീണ്ടും ഒന്നിച്ചുകൂടി അർജുനനോട് എതിരിട്ടു. എന്തു വന്നാലും അർജുനനെ കൊന്നു അടങ്ങൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടെ അവർ പോരു തുടങ്ങി. 4 ഭാഗത്തു നിന്നും അസ്ത്രങ്ങൾ വന്ന ഭഗവാനെയും അർജുനനെയും മൂടി. തേര് കാണുവാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ ലേശം പോലും പരിഭ്രമമില്ലാതെയാണ് അർജുനൻ സംശക്തകരുടെ ആക്രമണത്തെ നേരിട്ടത്. പാർത്ഥനൂടൻ വായവാസ്ത്രത്തെ തുടുത്തുവിട്ടു. ഭയങ്കരമായ കൊടുങ്കാറ്റ് അവയെല്ലാം ചുറ്റിൽ കാറ്റിൽ പലരും പറന്നുപോയി. എന്നിട്ടും സംശക്തകർ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. അർജുനനെ പോരിന് വിളിച്ച പ്രധാന യുദ്ധക്കളത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയ വിവരമറിഞ്ഞപ്പോൾ ഇന്നെങ്കിലും യുധിഷ്ഠിരനെ പിടിച്ചു കിട്ടി ദുര്യോധനന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദ്രോണൻ അന്ന് യുദ്ധഭൂമിയിലെത്തിയത്. അർജുനൻ ഇല്ലായിരുന്നുവെങ്കിലും പടക്കളത്തിൽ നിരന്ന പാണ്ഡവ സൈന്യത്തിന്റെ ഉത്സാഹക്കുറവൊന്നും കാണുവാനേയില്ലായിരുന്നു. ഗരുഡവ്യൂഹത്താൽ ബന്ധിക്കപ്പെട്ട കൗരവ സൈന്യത്തെ അർദ്ധചന്ദ്രാഗ്രകമായ വ്യൂഹം നിർമ്മിച്ച് ദൃഷ്ടദ്യുമ്നൻ എതിരിട്ടു. ദ്രോണൻ തന്റെ വ്യൂഹത്തെ ഒട്ടാകെ ചലിപ്പിച്ചതുകണ്ട് പാണ്ഡവപടയിലേക്ക് ഇരച്ചു കയറുവാൻ ശ്രമിച്ചു. ഇത് പ്രതീക്ഷിച്ചിരുന്നതുപോലെയാണ് ദൃഷ്ടദ്യുമ്നൻ പെരുമാറിയത്. അവൻ പാണ്ഡവ വ്യൂഹത്തെയും ഒട്ടാകെ ചലിപ്പിച്ചുകൊണ്ട് കൗരവസേനയെ തിരിച്ചടിച്ചു. 2 ഘോര സാഗരങ്ങൾ ആർത്തിരമ്പിക്കൊണ്ട് കൂട്ടിമുട്ടുന്ന പ്രതീതിയാണ് അപ്പോൾ പടക്കളത്തിൽ ഉണ്ടായത്. ഓരോരുത്തരും അവരവരുടെ മുന്നിൽ കാണുന്ന ശത്രുക്കളോട് ഏറ്റുമുട്ടി. ഒരു വലിയ സംഘുല യുദ്ധമാണ് അവിടെ നടന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടുദൂരത്തിൽ നിൽക്കുന്ന യുധിഷ്ഠിരനെ ദ്രോണൻ കാണുകയുണ്ടായി. ഇത് തന്നെ തക്ക സന്ദർഭമെന്ന് മനസ്സിലാക്കി വിചാരിച്ചുകൊണ്ട് ദ്രോണൻ യുധിഷ്ഠിരനെ ലക്ഷ്യമാക്കി മുന്നേറി. ഇത് മനസ്സിലാക്കിയ പാണ്ഡവ സൈന്യം യുധിഷ്ഠിരന്റെ ചുറ്റും ഒരു രക്ഷാവലയം സംസൃഷ്ടിച്ചുകൊണ്ട് ദ്രോണനെ എതിർക്കുവാൻ തുടങ്ങി. ദ്രോണരുടെ സഹായത്തിന് കൗരവ പ്രമാണികളും എത്തി. വാശിയോടും ശക്തിയോടും കൂടിയ ഭയങ്കര യുദ്ധം ആരംഭിച്ചു. ഇടംബലം നോക്കാതെ ദ്രോണൻ അമ്പുകൾ അയച്ചുകൊണ്ടേയിരുന്നു. ഭടന്മാരെയും രാജാക്കന്മാരെയും 100 കണക്കിൽ കൊന്നു വീഴ്ത്തി. പാഞ്ചാലന്മാരിൽ പലരെയും കൊന്നു. വിരാട രാജാവിന്റെ ഇളയ സഹോദരനായ ശതാനികൻ അക്കൂട്ടത്തിൽ വധിക്കപ്പെട്ടു. കേതമനും വസുധാനനും കൊല്ലപ്പെട്ടു. പാണ്ഡവപടയുടെ ഒരു നല്ല വിഭാഗത്തെ ദ്രോണർ കാലപുരിക്കയച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ദ്രോണൻ അജേയമായ ഒരു സംഹാര ശക്തിയായിട്ട് മാറി. അദ്ദേഹത്തെ തടുക്കുവാൻ ആർക്കും കഴിയാതെയായി. ഈ സമയം അത്രയും ഭീമൻ അവിടെ ഉണ്ടായിരുന്നില്ല. പോർക്കളത്തിന്റെ മറ്റൊരു ഭാഗത്ത് ശക്തിയായി പോരിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൻ. ദ്രോണന്റെ പരാക്രമം അറിഞ്ഞിട്ടാണ് ഭീമൻ അവിടെ എത്തിയത്. ഭീമൻ വന്നതോടുകൂടി ദൃഷ്ടദ്യുമ്നനും യുധിഷ്ഠിരനും ആത്മവിശ്വാസം വർദ്ധിച്ചു. ദ്രോണന്റെ മുന്നേറ്റം നിലച്ചു. എല്ലാവരും ചേർന്ന് ശക്തിയായി ദ്രോണനോട് ഏറ്റുമുട്ടി. അവസാനം ഭീമനും ദ്രോണനും കൂടിയുള്ള ഒരു ദ്വന്ദ്വയുദ്ധത്തിലാണ് അത് കലാശിച്ചത്. പടക്കളത്തിലുണ്ടായിരുന്ന പാണ്ഡവ കൗരവ പ്രമാണികളൊക്കെ ഭീമന്റെയും ദ്രോണന്റെയും ചുറ്റുപാടുമെത്തി. ആക്കൂട്ടത്തിൽ ഘടോത്കചനും ഉണ്ടായിരുന്നു. ദ്വന്ദ്വയുദ്ധം രൂക്ഷമായപ്പോൾ ഇരുവരും എതിരാളിയുടെ വില്ലുമുറിക്കുകയും സൂതനെ കൊല്ലുകയും ചെയ്തു. എന്നാൽ ആ വക പോരായ്മകളെയെല്ലാം അപ്പോൾ പരിഹരിച്ചുകൊണ്ട് ഇരുവരും ശക്തിയായി പോരാടിക്കൊണ്ടേയിരുന്നു. ദ്രോണന്റെ വീരപരാക്രമങ്ങൾക്കൊന്നും ഭീമനെ അമർത്തുവാൻ കഴിഞ്ഞില്ല.
മാത്രമല്ല ഒരിക്കൽ ദ്രോണന്റെ നില തന്നെ വളരെ പരുങ്ങലിലാകുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ ദുര്യോധനൻ ഒരു വലിയ ആനപ്പടയോടുകൂടി ദ്രോണരുടെ സഹായത്തിനെത്തി. ആ പടയിൽ അസംഖ്യം ആനകൾ ഉണ്ടായിരുന്നു. ഓരോ ആനയുടെയും പുറത്ത് 3-4 യോദ്ധാക്കൾ വീതമുണ്ടായിരുന്നു. ആനകളും അഭ്യാസങ്ങൾ കാണിക്കുവാൻ പോന്നവരായിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു ശക്തമായ വിഭാഗമായിരുന്നു. എന്നാൽ ഭീമന്റെ ആയോധന പാടവത്തിന് മുമ്പിൽ ആനപ്പട വെറും പൂനപ്പടയായി തീർന്നു. ഭീമന്റെ കൂർത്ത അസ്ത്രങ്ങളേറ്റ് നിരവധി ആനകൾ ചത്തുമലച്ചു. ശേഷിച്ചവയാകട്ടെ പിന്നിൽ നിന്നിരുന്ന സ്വന്തം ആളുകളെ തന്നെ ചവിട്ടി ഞെരിച്ചുകൊണ്ട് ഓടിപ്പോവുകയും ചെയ്തു. പ്രാഗ്ജ്യോതിഷപുരം എന്ന രാജ്യത്തിലെ രാജാവാണ് ഭഗദത്തൻ. അദ്ദേഹത്തിന് ആനപ്പടയിൽ വലിയ കമ്പമാണ്. ഭഗദത്തന്റെ വാഹനം തന്നെ സുപ്രത്വിക എന്ന പേരുള്ള ഒരു ആനയാണ്. ആ ആനയ്ക്ക് 12,000 സാധാരണ ആനകളുടെ ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. ദുര്യോധനൻ ആനപ്പടയെ നയിച്ചുകൊണ്ട് ദ്രോണരെ സഹായിക്കുവാൻ പോകുന്നത് കണ്ട ഭഗദത്തൻ സൗകൂതം അത് വീക്ഷിച്ചുകൊണ്ട് നിന്നു. അപ്പോഴാണ് ഭീമൻ ആനപ്പടയെ തോൽപ്പിച്ചോടിക്കുന്നത് കണ്ടത്. ആനപ്പടയിൽ ഏറ്റവും വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഭഗദത്തിന് അതൊരു വെല്ലുവിളിയായിട്ടാണ് തോന്നിയത്. അവനവന്റെ വലിയ ആനപ്പുറത്ത് കയറി അസംഖ്യം ആനകളോടുകൂടി ഭീമസേനോട് ഏറ്റുമുട്ടി. ഭീമസേനൻ ഒട്ടും പരിഭ്രമിച്ചില്ല. അവൻ നിരവധി ബാണങ്ങൾ അയച്ചു. ഭഗദത്തൻ അതെല്ലാം വിജയകരമായി തടുത്തു. ഭഗദത്തന്റെ ആന സുപ്രത്വിക നേരെ മുന്നോട്ട് ചെന്ന് ഭീമന്റെ തേര് തകർത്തു. കുതിരകളെ ചവിട്ടിക്കൊന്നു. ഭീമൻ ധടുതിയിൽ തേരിൽ നിന്ന് താഴേക്ക് ചാടി. സുപ്രത്വികയുടെ വാലിൽ പിടിച്ച് കറക്കുവാൻ ശ്രമിച്ചെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. മുഷ്ടി ചുരുട്ടി ആനയെ ഇടിച്ചു. പക്ഷെ ആനയ്ക്ക് അതൊന്നും വീശിയതേയില്ല. സാധാരണ ആനകളെ വാലിൽ പിടിച്ച് വട്ടം കറങ്ങി വിരോധിക്കുകയും മുഷ്ടി കൊണ്ടിടിച്ച് വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന ഭീമന് സുപ്രത്വികയുടെ ആക്രമണത്തിൽ നിന്നൊഴിയുവാൻ അതിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കേണ്ടതായി വന്നു. ഒരു സമയത്ത് ആനയുടെ തുമ്പിക്കൈയുടെ പിടിയിൽ പെട്ടുപോയ ഭീമനെ ചവിട്ടി കൊല്ലുമെന്ന് പോലും എല്ലാവരും വിചാരിച്ചുപോയി. എന്നാൽ ഭീമൻ തന്റെ സകല വഴിയും പ്രയോഗിച്ച് സുപ്രത്വികയുടെ പിടിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അവൻ ആനയുടെ പിൻകാലുകൾക്കിടയിൽ കയറി ഒളിച്ചു. ആന വട്ടം കറങ്ങിയപ്പോൾ ഭീമനും അതോടൊപ്പം വട്ടം കറങ്ങി. അവിടെ നിൽക്കുന്ന ഭീമനെ എത്ര ശ്രമിച്ചിട്ടും ആനയ്ക്ക് തുമ്പിക്കൈ കൊണ്ട് പിടിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഭീമനെ കുറച്ചു നേരത്തേക്ക് കാണാതായപ്പോൾ അവനെ ആന കൊന്നുവെന്ന് തന്നെ കൗരവർ വിശ്വസിച്ചു. ഭീമനെ ആന കൊന്നു, ഭീമനെ ആന കൊന്നു, കൗരവർ ഉച്ചത്തിൽ ആർത്തു വിളിച്ചു. ഇത് കേട്ട് ദശാർണ രാജാവിനെ ഭഗദത്തനോട് ഏറ്റുമുട്ടുവാനായി യുധിഷ്ഠിരൻ പറഞ്ഞയച്ചു. ദശാർണ രാജാവ് ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആനയ്ക്ക് അനേകായിരം ആനകളുടെ ശക്തിയുണ്ട്. ഭഗദത്തനും ദശാർണ രാജാവും കൂടി ഏറ്റുമുട്ടിയപ്പോൾ അതവരുടെ ശക്തമായ 2 ആനകളും കൂടിയുള്ള ഒരു ആനപ്പോരായി തീർന്നു. ആ പോരിൽ സുപ്രത്വിക ദശാർണ രാജാവിന്റെ ആനയെ വീഴ്ത്തി. അതിന്റെ പാർശ്വഭാഗത്ത് കൊമ്പുകൾ ഇറക്കി. ഈ തക്കം നോക്കി ഭീമൻ സുപ്രത്വികയുടെ കാൽക്കീഴിൽ നിന്ന് സുരക്ഷിതമായി വേറൊരു സ്ഥാനത്തേക്ക് ഓടിപ്പോയി. ഭീമനെ കണ്ടപ്പോൾ പാണ്ഡവസേന ആഹ്ലാദം കൊണ്ട് നൃത്തം വെച്ചു. അപ്പോഴേക്കും ഭീമന്റെ രക്ഷയ്ക്കായി യുധിഷ്ഠിരനും സാത്വികയും ദൃഷ്ടദ്യുമ്നനും മറ്റും ഓടിയെത്തിക്കഴിഞ്ഞിരുന്നു. സുപ്രത്വിക സാത്വികയുടെ തേര് ലക്ഷ്യമാക്കി തുമ്പിക്കൈയ്ക്ക് ഉയർത്തി ആഞ്ഞടിച്ചു. അടികൊള്ളുന്നതിന് മുമ്പേ തന്നെ സാത്വികി തേരിൽ നിന്ന് ചാടി ഇറങ്ങിയതുകൊണ്ട് അയാൾക്കൊന്നും പറ്റിയില്ല. തേര് ഛിന്ന ഭിന്നമായി. കുതിരകളും ചത്തുവീണു. സാത്വികി ദൃഷ്ടദ്യുമ്നന്റെ തേരിൽ കയറി യുദ്ധം തുടർന്നു. അവസാനം പാണ്ഡവരെല്ലാം ചേർന്ന് ഭഗദത്തനെ മറ്റ് കൗരവ സൈന്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തി. അപ്പോഴും ആന അതിന്റെ പരാക്രമം തുടർന്നുകൊണ്ടേയിരുന്നു. എങ്കിലും പാണ്ഡവരുടെ മൂർച്ചയേറിയ അസ്ത്രങ്ങൾക്ക് ആനയുടെ മുന്നേറ്റം തടുക്കുവാൻ കഴിഞ്ഞു. തൃകർത്തന്മാരോടും മറ്റും സംശക്തകന്മാരോടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന അർജുനൻ ഭഗദത്തൻ യുദ്ധം ചെയ്യുന്ന സ്ഥലത്ത് നിന്നിരുന്ന പൊടിപടലം കാണുകയും അവിടുത്തെ കോലാഹലം കേൾക്കുകയും ചെയ്തു. ഭഗദത്തനെയും അദ്ദേഹത്തിന്റെ ആനയുടെയും അജേയമായ ശക്തിയെപ്പറ്റി അറിവുള്ള അർജുനൻ തന്റെ നേരെ അങ്ങോട്ടയക്കുവാൻ ഭഗവാനോട് പറഞ്ഞു. അദ്ദേഹം അതിനൊരുങ്ങിയപ്പോഴേക്കും ആയിരക്കണക്കിനുള്ള സംശക്തന്മാർ അർജുനന്റെ തേരിനെ വളഞ്ഞ് പോരിന് വെല്ലുവിളിക്കുകയും പരിഹാസഭേദമായ വാക്കുകൾ പറയുകയും ചെയ്തു. അർജുനൻ കുഴഞ്ഞു. ഒരു ഭാഗത്ത് ശത്രുക്കൾ പരിഹസിക്കുന്നു, മറ്റൊരു ഭാഗത്ത് മിത്രങ്ങളുടെ ഭഗദത്തന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കേണ്ടേയിരിക്കുന്നു. അവൻ ഒരു നിമിഷം ചിന്തിച്ചു. ഏതായാലും ശത്രുക്കളുടെ പരിഹാസം കേട്ടുകൊണ്ട് അവിടം വിടുവാൻ അവൻ തയ്യാറല്ലായിരുന്നു. അർജുനൻ പിന്നീടൊന്നും ആലോചിച്ചില്ല. ക്ഷുഭിതനായി ബ്രഹ്മാസ്ത്രം കയ്യിലെടുത്തു. അഭിമന്ത്രിച്ചിട്ട് സംശക്തകരുടെ നേർക്കയച്ചു. ദിവ്യാസ്ത്രത്തിന്റെ ഭീകരത കണ്ട് സംശക്തകർ യുദ്ധഭൂമിയിൽ നിന്ന് ഓടുവാൻ തുടങ്ങി. യുദ്ധഭൂമിയിൽ ശേഷിച്ചവർ നിമിഷ നേരത്തിനുള്ളിൽ ഉരുകി മരിച്ചു. ഭഗവാൻ പോലും ഇത് കണ്ട് അത്ഭുത പരതന്ത്രനായി അർജുനനെ പുകഴ്ത്തി. ബ്രഹ്മാസ്ത്രം ഉപസംഹരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു ഭാഗത്തു നിന്നിരുന്ന സുശർമ്മനും അനുജന്മാരും ഏതാനും യോദ്ധാക്കളും കൂടി അർജുനനെ വളഞ്ഞു. അവരെ നിഗ്രഹിക്കുവാൻ പാർത്ഥന് ഒട്ടും സമയം വേണ്ടി വന്നില്ല. അർജുനന്റെ തേര് നിമിഷങ്ങൾക്കകം പാണ്ഡവപടയുടെ മധ്യത്തിലെത്തി.
അവിടെ ഭഗദത്തനുമായിട്ടുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. തുടരും.